ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കേന്ദ്ര സർക്കാർ രാമക്ഷേത്ര നിർമ്മാണത്തിനും വർഗീയ ധ്രുവീകരണത്തിനുമാണ് ശ്രമിക്കുന്നതെന്ന് ഭരണപക്ഷാംഗമായ CPM-ലെ പി ദിലീപിന്റെ പ്രസംഗത്തിൽ കലുഷിതമായി ഷൊർണൂർ നഗരസഭ ബജറ്റ് ചർച്ച. ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ച രാഷ്ട്രീയ പ്രസംഗമാക്കിയെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. BJP അംഗങ്ങൾ പിന്നീട് ബജറ്റ് പുസ്തകം കീറിയെറിയുകയും ചെയ്തു. എനിക്ക് പറയുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ RSSകാരും BJPക്കാരും BJP അംഗങ്ങളായ EP നന്ദകുമാറും K പ്രസാദും പ്രതിഷേധവുമായി ഇറങ്ങിയെങ്കിലും ദിലീപ് പ്രസംഗം തുടർന്നു. ഇതോടെ മുദ്രാവാക്യം വിളിച്ച BJP അംഗങ്ങളെല്ലാം നഗരസഭാധ്യക്ഷന് മുമ്പിൽ നടുത്തളത്തിലിറങ്ങി. ഇതിനെ പിന്തുടർന്ന് കോൺഗ്രസ് അംഗങ്ങളും രാഷ്ട്രീയ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് മുദ്രാവാക്യം വിളിച്ചു. MP-യെയും കോൺഗ്രസിനെയും അപകീർത്തിപ്പെടുത്താനാണ് ബജറ്റ് പ്രസംഗം ഉപയോഗിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. BJPക്കൊപ്പം കോൺഗ്രസും പ്രതിഷേധിച്ചതോടെ BJPയെ പറഞ്ഞാൽ കോൺഗ്രസിന് പൊള്ളുമെന്ന് പി ദിലീപ് പറഞ്ഞു. ഇതോടെ TK ബഷീറും ഷൊർണൂർ വിജയനും K കൃഷ്ണകുമാറും ഉൾപ്പെടെ കോൺഗ്രസ് അംഗങ്ങളും കൗൺസിൽ വിട്ടിറങ്ങി. നഗരസഭയ്ക്ക് മുമ്പിലെത്തിയും ഇരു കൂട്ടരും പ്രതിഷേധിച്ചു. ഇരുവിഭാഗങ്ങളും കൗൺസിലിൽ നിന്നിറങ്ങിപ്പോയെങ്കിലും ഭരണപക്ഷാംഗങ്ങൾ ബജറ്റിന്മേലുള്ള ചർച്ച തുടർന്നു. ടൂറിസത്തിനും നഗരശുചിത്വത്തിനും ആരോഗ്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി ഷൊർണൂർ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. 6.38 കോടി രൂപ മുൻബാക്കിയും 56.14 കോടി രൂപ വരവും ഉൾപ്പെടെ 62.53 കോടി രൂപയിൽ 55.97 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഉപാധ്യക്ഷ P സിന്ധു അവതരിപ്പിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ജീവിത നിലവാരവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നൂതനമായ നിരവധി പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കി. ദീർഘവീക്ഷണത്തോടെ എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. View Luxurious Makeover Studio, Best Stand Building, Kulapudi.